നളിനി, ഗോവിന്ദ, കഥവൊക്കെ തുറന്നിട്ടിട്ട് ഇവരെല്ലാം എവിടെ പോയി? നളിനി, ഞാൻ ദേവിയാണ്. ഒന്ന് വേഗം വരൂ. ഇവിടെ ആരോ കള്ളന്മാര് കയറി ജോലിക്കാരെല്ലാം തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എപ്പോഴാ സംഭവം നടന്നു? അറിഞ്ഞൂടാ. ഞാൻ ടൗണിൽ പോയി ഇപ്പോഴെത്തിയതേ ഉള്ളൂ. ഡ്രൈവറേയും കാണാനില്ല. വല്ലതും കളവ് പോയിട്ടുണ്ടോ? ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് വയ്യ. ഒന്നിങ്ങോട്ട് വരൂ പ്ലീസ്. ഞാൻ ഉടനെ വരാം. എന്താ ഗോപി, ആരായി ആ സമയത്ത്? ഒന്നുമില്ല, മിസ്സസ് ദേവി മേനോന്റെ വീട്ടിൽ കള്ളം കടന്നു. ഈ ദേവി മേനോ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഗോപിയെ വിളിക്കുന്നത്? വീട്ടിൽ കള്ളം കയറിയാൽ DYSP എന്നെ പോകണമെന്നുണ്ടോ? ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീയല്ലേ, വല്ല പുതിയ ബന്ധവും സ്ഥാപിക്കാനുള്ള ശ്രമമായിരിക്കും. നമ്മൾ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. ഗോപി ഇവിടെ DYSP വന്നപ്പോ ഈ വീടും മറ്റു സാധനങ്ങളെല്ലാം ഏർപ്പാടി കൊടുത്തത് ദേവി മേനോനാണ്. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇരിക്കുക, ഞാൻ ഉടനെ വരാം. ശരി, അപ്പോ നമുക്ക് ആരംഭിക്കാം. എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല. വൈകുന്നേരം ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാണ് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ. തിരിച്ചു വന്നപ്പോൾ എല്ലാ മുറിയുടെയും കഥകൾ തുറന്നിട്ടിരിക്കുന്നു. വേലക്കാരും കാണാനില്ല. ഇപ്പോൾ എന്റെ ഡ്രൈവറെ പോലും. സാധനങ്ങളൊന്നും കളവ് പോയിട്ടില്ല. ജോലിക്കാരെ മാത്രം കാണാതായത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ദേവി ഒരു വഴക്ക് പറയാറുണ്ടോ? ചിലപ്പോൾ. പക്ഷേ അതിനിങ്ങനെ ഒന്നിച്ചോടി പോയില്ലല്ലോ. ഏതായാലും നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ പോയി SIക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ വിളിച്ചു പറയാം. എനിക്കാകെ ഭയം തോന്നുന്നു. എനിക്ക് TC, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നേരം വളരെ വൈകി. ഞാൻ ഇറങ്ങട്ടെ. ദേവിക്ക് തനിച്ച് കഴിയാൻ പേടിയുണ്ടെങ്കിൽ ആരെങ്കിലും അയക്കാം. വേണ്ട, ഞാൻ കഥ കടച്ച് കിടന്നോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
എന്താ ദേവി, സുഖം തന്നെയല്ലേ? നിങ്ങൾ ആരാണ്? എന്താ നിനക്കറിയില്ലേ? വരൂ. നിൽക്കണം. എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? വരൂ. കൊള്ളാം ദേവി, ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം. ഇവിടെ ജോലിക്കാരാരുമില്ലേ ദേവി? ആ ഡിക്കിയുള്ള സാധനങ്ങൾ ഇറക്കിയാൽ ടാക്സി പറഞ്ഞയക്കാമായിരുന്നു. മിസ്റ്റർ, ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ദേഷ്യപ്പെടാതെ ഒരാളി, നിന്റെ ഈ പേടി കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്നു. ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. വെയിറ്റ്. Come on. Yes, ഗോപിനാഥ്. ഞാൻ ദേവിയാണ്. ഒന്നിങ്ങോട്ട് വരണം, അർജന്റാണ്. What's the matter? എല്ലാം വന്നിട്ട് പറയാം. ഓക്കെ, ഞാനിത് പുറപ്പെടുന്നു. എന്താണ്? അകത്തേക്ക് വരൂ, വേഗം വരൂ. ഇയാൾ 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 ആരാന്ന് എനിക്കറിയില്ല. ഹലോ, ചോദിക്കൂ. ഇയാൾ ആരാണെന്ന് ചോദിക്കൂ. ഇവിടെ എന്തിനാണെന്ന് ചോദിക്കൂ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ രാജൻ. ആ രാജൻ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ വിരോധമുണ്ടോ? ദേവി പറഞ്ഞു വേണമല്ലോ. No, എനിക്കറിയില്ല. അലറുന്ന എന്തിനാ? നമ്മൾ കേട്ടാൽ പോരെ. നീ എന്നെ ഇത്ര വേഗം മറക്കുമെന്ന് ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് പറഞ്ഞത്. മിസ്റ്റർ രാജൻ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഗോപിനാഥ്, ഡിവൈഎസ്പി. ഓ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. വേണ്ട. മിസ്റ്റർ ഗോപിനാഥ്, 2 ദിവസം വൈകി ഒരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യ കണ്ടഭാവം നടിക്കില്ല. അതൊരു തരം സൗന്ദര്യപ്പിണക്കമാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞൊരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യയുടെ സ്ഥിതി എന്തായിരിക്കും? What do you mean? സത്യമാണ്, ഞാൻ ദേവിയുടെ ഭർത്താവാണ്. No, ഇയാൾ എന്റെ ആരുമല്ല. Stop it. I say stop it. നിങ്ങളുടെ ഈ തെളിവുകളുണ്ടോ? എന്തിന്? നിങ്ങളാണ് ഇവരുടെ ഭർത്താവ് എന്നുള്ളതിന്. ഞാനല്ല ഭർത്താവ് എന്നുള്ളതിന് നിങ്ങളുടെ തെളിവുണ്ടോ? ഉണ്ട്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ചിരിക്കാതെ എന്ത് ചെയ്യും? മിസ്റ്റർ ഗോപിനാഥിനെ പറയൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് ചില ബിസിനസ് ആവശ്യങ്ങൾക്കായി ഞാൻ സിംഗപ്പൂർ പോയി. ചില കുഴപ്പങ്ങൾ കാരണം പ്രതീക്ഷിച്ച പോലെ മടങ്ങി വരാൻ കഴിഞ്ഞില്ല. വെറും 5 വർഷത്തെ അകൽച്ച കൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുമോ? ഗോപി, ഇയാൾ കള്ളം പറയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ മൃതദേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ്. തൊട്ടു നോക്കൂ ഗോപിനാഥ്, ഞാനൊരു മൃതദേഹമാണോന്ന്. ഗോപി, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഇയാൾ ഏതോ തട്ടിപ്പുകാരനാണ്. ഇന്നലെ ഇവിടുത്തെ വേലക്കാരെയും പിടിച്ചുകൊണ്ടുപോയത് ഇയാളായിരിക്കും. ആ, സർവന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ വന്ന ശേഷം ഒരു ചായ പോലും കഴിച്ചിട്ടില്ല. വന്ന ദിവസം തന്നെ ഭാര്യ എങ്ങനെ അടുക്കളയിൽ കയറ്റാ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഒരു സർവന്റിനെ ഏർപ്പാട് ചെയ്തെന്നാൽ വലിയ ഉപകാരമായി. ശ്രമിക്കാം. താങ്ക് യു. വരും. സ്വകാര്യം പറയാനാണെങ്കിൽ ഞാൻ മാറിത്തരാം. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. എപ്പോഴാ പിണങ്ങുക, എപ്പോഴാ പിണക്കം മാറുക എന്ന് പറയാൻ പറ്റില്ല. അല്ലേ ദേവി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും പേടിക്കാതിരിക്കും. അവൻ കള്ളനാണെങ്കിൽ എന്റെ കയ്യിൽ അപ്പുറമായിരിക്കില്ല. ആ, ഞാൻ എന്റെ സർവന്റിനെ ഇങ്ങോട്ട് അയക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഫോൺ ചെയ്യാൻ മടിക്കണ്ട.